വയനാട് ജില്ലയിലെ കോട്ടത്തറ വില്ലേജിൽ മടക്കി മലയിലുള്ള ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റ് കൈവശം വെച്ചിരിക്കുന്ന 50 ഏക്കർ ഭൂമി സർക്കാർ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് ആ ട്രസ്റ്റ് സൗജന്യമായിട്ട് തരാൻ തീരുമാനിച്ചിരുന്നു. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ആ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജ്, സഹകരണ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുത്തു. അതിന്റെ പോസ്റ്റുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റി വിശദമായ ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 350 തസ്തികകൾ ആദ്യഘട്ടത്തിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിന്റെ നിബന്ധനകൾക്ക് വിധേയമായ തസ്തികകളാണ് അവിടെ വേണ്ടത്. അത് 832 പോസ്റ്റുകൾ വേണം. ഈ 350 തസ്തികകൾ ഇപ്പോൾ അനുവദിക്കുകയും ബാക്കിയുള്ള തസ്തികകളെ സംബന്ധിച്ച തീരുമാനം 1 മാസത്തിനകം പരിശോധിച്ച ഗവൺമെന്റിന് തരാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. എറണാകുളം മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള തസ്തികകൾ സൃഷ്ടിച്ച് നടപടികൾ തുടർന്ന് സ്വീകരിക്കുന്നതാണ്. തൃശൂര് ഔഷധിയിലെ ജനറൽ വർക്കർമാരുടെ വേതനം പരിഷ്കരിക്കുന്നതിനുള്ള അതിന് ഗവൺമെന്റ് അനുമതി കൊടുത്തു. കൊച്ചി മുസരീസ് ബിനാലെ 2014 അതിന് ഗവൺമെന്റ് സാമ്പത്തിക സഹായമായിട്ട് നൽകാൻ തീരുമാനിച്ചിരുന്നത് 2 കോടി രൂപയാണ്. കൂടുതൽ സഹായം വേണം എന്ന് അവര് അഭ്യർത്ഥിച്ചു. അത് പരിശോധിച്ച് 2 കോടിക്ക് പുറമെ 2 കോടി രൂപ കൂടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡിന് അവരുടെ ഗവൺമെന്റ് പാട്ടത്തിന് കൊടുത്ത ഭൂമിക്ക് വളരെയധികം പാട്ട കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഈടാക്കാൻ വേണ്ടി നോട്ടീസൊക്കെ കൊടുത്തിരിക്കുകയായിരുന്നു. അവർക്ക് പാട്ട കുടിശ്ശിക ഇളവ് വരുത്താനായിട്ട് തീരുമാനിച്ചു. അത് നാമമാത്രമായ തുക FACTയുടെ ഭൂമിക്ക് വാങ്ങിയതുപോലെ അവർക്ക് നാമമാത്രമായ പാട്ട മാത്രമേ അനുവദിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അവരുടെ സ്ഥലം 18.3 ഏക്കർ പാട്ടഭൂമി പാട്ടം പുതുക്കി കൊടുക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ചൊവ്വള്ളൂർ NSS ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കെ 13/10/2006 ഗവൺമെന്റ് പ്രഖ്യാപിച്ച ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കവേ സഹപാഠിയുടെ കയ്യിലിരുന്ന കത്തി കണ്ണിൽ തുളച്ചു കയറി ഇടത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ശ്രീ ശരൺ VG എന്ന വിദ്യാർത്ഥിക്ക് അന്നത്തെ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. ശരൺ VGക്ക് ജോലി കൊടുക്കാനായി തീരുമാനമെടുത്തു. ഒരു പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കാർഡ് പുതുക്കൽ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വളരെയേറെ പരാതികൾ ലഭിച്ചിരുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അപേക്ഷ. ഇതിനുവേണ്ടി വളരെയധികം ആളുകളെ ഒരു സ്ഥലത്ത് ഒരേ സമയത്ത് വരുന്നത് കൊണ്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. സാങ്കേതികമായ പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാണിച്ചു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ റേഷൻ കാർഡ് പുതുക്കൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ജനുവരി 1 മുതൽ 17 വരെ അതിന്റെ ഫോം വിതരണം ചെയ്തു. ഫോട്ടോ എടുക്കാനുള്ള ക്യാമ്പ് ജനുവരി 19 ആരംഭിച്ചു. ഇത് മാർച്ച് 4 അവസാനിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്നാണ് പൊതുവായിട്ട് വന്നിട്ടുള്ള ഒരു നിർദ്ദേശം. അതിന്റെ ഭാഗമായി ഈ ക്യാമ്പുകളിൽ കൂടുതൽ ക്യാമറ യൂണിറ്റുകൾ എത്തിക്കും. കൂടുതൽ സ്റ്റാഫിനെ നിയോഗിക്കുന്നതാണ്. പിന്നെ അവിടെ കാത്തു ഇരിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും. കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കും. പിന്നെ ആ ക്യാമ്പിൽ അതാത് സമയത്തുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പം വനിതകൾ പ്രായപൂർത്തിയായവരുണ്ടെങ്കിൽ അവരുടെ ആണ് ആ കുടുംബത്തിന്റെ ഇതായിട്ട് വരുന്നത്. മുതിർന്ന വനിതാ അംഗത്തിന് ഫോട്ടോ ക്യാമ്പിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കാർഡിലെ തൊട്ടടുത്ത മുതിർന്ന വനിതയ്ക്ക് ക്യാമ്പിൽ വന്ന് ഫോട്ടോ എടുക്കാം. വെള്ളത്തിൽ നിന്നും പ്രായമായവരെയൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന പരാതി വന്നതിനെ തുടർന്നാണ്. അതിന് ആകെക്കൂടി വേണ്ടത് ആ മുതിർന്ന വനിതയുടെ ഒരു സമ്മതപത്രം വേണം മാത്രം. ഏതെങ്കിലും വീട്ടിൽ പ്രായപൂർത്തിയായ വനിതകളില്ലെങ്കിൽ പുരുഷന്റെ പേരിൽ റേഷൻ കാർഡ് എടുക്കാം. പ്രായം ചെന്നവര് ഫോട്ടോ ക്യാമ്പിലെത്തുന്ന സാഹചര്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്.
ഫോട്ടോയ്ക്കുള്ള ക്യാമ്പ് മാർച്ചിന് അവസാനിക്കുമെങ്കിലും എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ അവസരം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ക്യാമ്പ് ക്ലോസ് ചെയ്യത്തുള്ളൂ. നിലവിൽ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും കാർഡ് ലഭിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. ഇതിനാവശ്യമായ ഫോമുകൾ ഫെബ്രുവരി 1 മുതൽ വിതരണം ചെയ്തു തുടങ്ങും. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്നാലും എല്ലാവർക്കും റേഷൻ കാർഡ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതും പ്രത്യേകിച്ച് അർഹതയുള്ള എല്ലാവരും മുൻഗണന പട്ടികയിൽ വരണം. ഇനി BPL APL മാറ്റുക, പ്രയോറിറ്റി സെക്ടർ, നോൺ പ്രയോറിറ്റി സെക്ടർ എന്നുള്ള നിലയാണ് വരുന്നത്. റേഷൻ കാർഡ് പുതുക്കൽ പൂർത്തിയാകുമ്പം 54 ലക്ഷം പേർ കൂടി 1 രൂപയ്ക്ക് അരി ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.